ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പവിത്ര സീരിയലിലെ ഇനി വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ഞാൻ ഈ പറയാൻ പോകുന്നത് ഇതിന്റെ തമിഴിലെ ഒറിജിനൽ വേർഷന്റെ ഭാഗം കൂടിയായിട്ട് മിക്സ് ചെയ്തിട്ടാണ് പറയണത്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വേദനയും കൂട്ടിക്കൊണ്ട് വിക്രം ഇങ്ങനെ രാത്രി തണുപ്പത്ത് ഒരു കമ്പിളിപ്പുതപ്പിൽ ഇങ്ങനെ പുതച്ച് കെട്ടിപ്പിടിച്ചിങ്ങനെ പോവാണ്. വിക്രം വേദയെടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എന്റെ കൂടെ വന്നിട്ട് നിനക്ക് ഒരു ഉപയോഗമോ ഉപകാരമോ ഒന്നും ഉണ്ടായിട്ടില്ല, നിനക്കൊന്നും നേടാനും സാധിച്ചിട്ടില്ല, പിന്നെ നിനക്ക് എങ്ങനെയാ എന്നെ ഇങ്ങനെ സ്നേഹിച്ച് കൂടെ നിൽക്കാൻ പറ്റണത് എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വന്നേ പിന്നെയാ ജീവിതം എന്തെന്ന് ഞാൻ അറിഞ്ഞത്, ആളുകളെ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് അവിടെ വന്നേ പിന്നെയാ. മുമ്പെന്റെ ജീവിതം അങ്ങനെയൊന്നും ആയിരുന്നില്ല, എനിക്ക് ഈ ജീവിതമാണ് ഇഷ്ടം എന്നൊക്കെ വേദ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വിക്രം വേദനയെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കാട്ടോ. അങ്ങനെ രാത്രി മുഴുവൻ ഒരു 1-2 മണിക്കൂർ അവർ ആ ഒരു തേയിലത്തോട്ടത്തില് പരസ്പരം കെട്ടിപ്പിടിച്ച് പഴയ കഥകളും അത് വിക്രത്തിന്റെ ചെറുപ്പകാലത്തെ കാര്യങ്ങൾ വിക്രം പറയുന്നുണ്ട്, വേദയുടെ ചെറുപ്പകാലത്തെ കാര്യങ്ങൾ വേദയും പറയാണ്. അങ്ങനെ വിക്രത്തിനോട് വേദ പറയേണ്ട, ഹോ ഈ ആണുങ്ങളെ പ്രണയം മൂത്ത് കഴിഞ്ഞാലേ തനി കുഞ്ഞു കുട്ടികളെ പോലെ ആയിട്ട് പോകും എന്ന് പറയാണ്. അപ്പോ വേദ എടുത്ത് വിക്രം ചോദിക്കണ്ട, പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ്, പെണ്ണുങ്ങളും മോശമൊന്നും അല്ല, പെണ്ണുങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിപ്പോ പെണ്ണുങ്ങളും ഒരു പ്രണയമൊക്കെ കൂടിക്കഴിഞ്ഞാല് ചിലപ്പോ ഇതുപോലെ നുള്ളലും പിച്ചിലൊക്കെ ആയിട്ടാണ് അവരുടെ സ്നേഹം പുറത്തെടുപ്പിക്കുന്നത്. ഇതൊക്കെ കണ്ടില്ലേ, നീ പിന്നെ നുള്ളുന്നത് അതുപോലെ ആ പെണ്ണുങ്ങള് പ്രണയം കൂടിക്കഴിഞ്ഞാൽ അവരെ ആണുങ്ങളെ ദ്രോഹിക്കും. പക്ഷെ ആണുങ്ങൾ പ്രണയം കൂടിക്കഴിഞ്ഞാൽ കുഞ്ഞു പിള്ളേരെ പോലെ ഇങ്ങനെ തൊടും തലോടും. വേണ്ടിട്ടോ വിക്രം എന്ന് വേദ പറയാണ്. അതെങ്ങനെ ശരിയാവും, ഞാൻ നിന്റെ ഭർത്താവല്ലേ, നീ ഒച്ചത്തി വിളിച്ചു പറ, അയ്യോ എന്റെ ഭർത്താവിനെ കയറി പിടിക്കുന്നേ, എന്റെ ഭർത്താവ് എന്നെ പിടിക്കുന്നേ എന്ന് പറഞ്ഞ ഒച്ചത്തി വിളിച്ചു പോകും. വിക്രത്തിന്റെ ആഗ്രഹമൊക്കെ കൊള്ളാം, ഈ തണുപ്പത്ത് നിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാൻ നല്ല രസമുണ്ട് വേദ എന്ന് പറയാണ്. അതെ, നമ്മൾ കുറെ നേരം ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് തിരിച്ചു പോകണ്ടേ എന്ന് ചോദിക്കാണ്. പോകാം എന്ന് വിക്രവും പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ വേദയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഒരു ശങ്കരനാട് ഒരു കാര്യം തീരുമാനിക്കാട്ടോ, വേറൊന്നുമല്ല, അമ്മയടുത്ത് മാത്രമായിട്ട് പറയുന്നുണ്ട്. ശ്രീ ഇങ്ങനെ സ്വഭാവം മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, അവരോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷെ അവൻ ഞാൻ മനസ്സിലാക്കുന്ന പോലെയല്ല കാര്യങ്ങൾ അവൻ മനസ്സിലാക്കുന്നത്, അവനോട് എത്ര പറഞ്ഞാലും ഇനി മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക ശങ്കരേട്ടാ എന്ന് ചോദിക്കുമ്പോ, ഒരു കാര്യം ചെയ്യാം, എന്തായാലും വേദ നമ്മുടെ മോൾ തന്നെയല്ലേ, നമുക്ക് 3 മക്കളാണുള്ളത്, 3 മക്കളുടെ പേരിൽ ഒരുപോലെ സ്വത്തുക്കൾ എഴുതി വെക്കണം, അല്ലെങ്കിൽ നാളെ എനിക്കോ നിനക്കോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വേദക്ക് ഒരു തരി മണ്ണ് പോലും സ്ത്രീ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അത് ശങ്കരേട്ടൻ പറഞ്ഞ ശരിയാണ് എന്ന് അമ്മ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശങ്കരൻ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, ഞാൻ നാളെ തന്നെ ഒരു വക്കീൽ ഞാനൊരു നാളെ തന്നെ ഒരു ആധാരം, അതായത് ആർക്കൊക്കെ എന്തൊക്കെ അവകാശം ഉണ്ടെന്നുള്ള ഒരു മുദ്രപത്രം തയ്യാറാക്കാൻ വേണ്ടി പോവാണ്. അതിൽ വേദക്ക് ഞാൻ കുറച്ച് കൂടുതൽ സ്വത്തുക്കൾ കൊടുക്കും, കാരണം അവൾക്ക് ഇതുവരെയായിട്ട് കല്യാണമായിട്ടോ അങ്ങനെ ഒന്നും തന്നെ അവൾക്ക് ഞങ്ങളൊന്നും സമ്മാനിച്ചിട്ടില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് അവൾക്ക് കുറച്ച് കൂടുതൽ സ്വത്തുക്കളും കാര്യങ്ങളും കൊടുക്കണം. ഈ വീടും കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രീയുടെ പേരിലിരിക്കട്ടെ, പക്ഷെ ബിസിനസ്സും കാര്യങ്ങളും പിന്നെ എന്റെ പേരിലുള്ള സ്വത്തുക്കളും ഞാൻ വേദയുടെ പേരിലാണ് കൊടുക്കാൻ പോണത്. അതുപോലെ തന്നെ നീ നിന്റെ പേരിലുള്ള സ്വത്തുക്കൾ ഇളയ മോളുടെ പേരിൽ നമുക്ക് കൊടുക്കാം എന്ന് പറയണം. പിന്നെ സ്ത്രീക്ക് ഈ വീടും അതുപോലെ തന്നെ പുരയിടും പറമ്പും പിന്നെ നമ്മുടെ ഒരു ബിസിനസ്സും അവനെ കൊടുക്കാം എന്ന് പറയണം. എന്താ അതുപോലെ, അത് മതി ശങ്കരേട്ട, അതന്നെ ധാരാളം എന്ന് അമ്മയും പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശങ്കരൻ ആരും അറിയാതെ ആധാരം ഒക്കെ എഴുതിപ്പിക്കാട്ടോ. പക്ഷെ സ്ത്രീ ഇതൊക്കെ എങ്ങനെയോ അറിയുന്നുണ്ട്. സ്ത്രീക്കാണെങ്കിൽ ഒരാൾക്ക് പോലും ഒന്നും കൊടുക്കാൻ താല്പര്യമില്ല, ദീപ്തിക്ക് കൊടുക്കണ്ട, വേദക്ക് കൊടുക്കണ്ട, എല്ലാം തനിക്ക് മുഴുവനായിട്ട് വിഴുങ്ങണം, അത് മാത്രമാണ് സ്ത്രീയുടെ ഉദ്ദേശം. ഇതെങ്ങനെ സ്ത്രീ അറിഞ്ഞു കഴിഞ്ഞാൽ തന്റെ അച്ഛനാണെന്ന് പോലും നോക്കില്ല. ശങ്കരന് നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ നമ്മുടെ വേദിയും വിക്രവും പ്രണയവും ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ കാണുന്ന കാഴ്ച ഞെട്ടിക്കുന്ന കാഴ്ചയായിട്ട്. അവിടെ അനിയൻകുട്ടനെ കാണുന്നില്ല. അവർ റൂമിലേക്ക് ഇങ്ങനെ കിടക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അനിയൻകുട്ടൻ ഒന്ന് ഉറങ്ങിയോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേദ ഒന്ന് റൂമിലേക്ക് പോകുമ്പോ അവിടെ കാണുന്നില്ല കേട്ടോ. അപ്പൊ വിക്രു എന്താ വേദ, അനിയൻകുട്ടനെ കാണുന്നില്ല, അവനിത് ഇവിടെ പോയി, ചിലപ്പോ പുറത്തെന്തെങ്കിലും പോയി കാണും, ബാത്റൂമിൽ എങ്ങാനും, ഇല്ല ഞാൻ നോക്കി എന്ന് പറയാണ്. ഈശ്വര, ഇത് എവിടെ പോയെന്ന് അറിയില്ലല്ലോ, ഞാൻ റൂം ലോക്ക് ഇട്ടിട്ടാ പോയത്, പിന്നെ ഇത് എങ്ങനെ തുറന്നു അറിയില്ല, നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ആ പാതിരാത്രി ആ മഞ്ഞത്ത് വേദയും വിക്രം അവിടേക്ക് അനിയൻകുട്ട എന്ന് പറഞ്ഞ് വിളിച്ചു പോകുന്നുണ്ട്. പക്ഷെ അനിയൻകുട്ടനെ ആകെ മാനസിക നില തെറ്റിയിട്ട് പരസ്പര ബോധമില്ലാതെ ബന്ധമില്ലാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞ് രാത്രി അങ്ങോട്ട് ഇറങ്ങി പോകുക കേട്ടോ. അങ്ങനെ ഇറങ്ങി പോകുന്ന അനിയൻകുട്ടനെ വേദയും വിക്രത്തിനെ പിന്നെ കാണാനേ സാധിക്കുന്നില്ല. അവര് ഒരുപാട് തപ്പി നടക്കുന്നുണ്ടെങ്കിലും അവർക്ക് കണ്ണിൽ കാണുന്നില്ല കേട്ടോ നമ്മുടെ അനിയൻകുട്ടൻ നേരെ പോയി പെടാൻ പോണത് ശത്രുക്കളുടെ അടുത്ത് തന്നെയായിരിക്കും, അതിലൊരു സംശയവും ഇല്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇന്നത്തെ റിവ്യൂ കുറച്ച് ചെറുതാക്കിയാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ പകുതി കൂടുതൽ ഭാഗം തമിഴിലുള്ള ഭാഗമാണ് ഞാൻ മിക്സ് ചെയ്ത് പറഞ്ഞത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.